ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. മുരിങ്ങയിലെ വിഭവങ്ങളുടെ ആറാമത്തെ വീഡിയോയായ മുരിങ്ങയിലെ രസം ആണ് ഇന്ന് തയ്യാറാക്കുന്നത്. മുൻപ് ചെയ്ത 5 മുരിങ്ങയിലെ വിഭവങ്ങളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും താഴെയുള്ള ഒരു ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർക്കാം. സവാള ചേർത്ത് 1 മിനിറ്റ് കഴിഞ്ഞ് ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. അത് കഴിഞ്ഞ് 3-4 ചെറിയ വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചത് ചേർക്കാം. അത് ചെറുതായി വാടി വന്ന ശേഷം ഇറുത്ത് വച്ചിരിക്കുന്ന മുരിങ്ങയില ചേർക്കാം. ഞാനിവിടെ 3-4 തണ്ട് മുരിങ്ങയിലയാണ് എടുത്തിട്ടുള്ളത്. മുരിങ്ങയിലയിട്ട് ഇളക്കി യോജിപ്പിച്ച് 2 മിനിറ്റ് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. മുരിങ്ങയില നന്നായി വാടി വരുമ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് ലോ ഫ്ലെയിമിൽ ഇളക്കി യോജിപ്പിച്ച ശേഷം 1/2 ഗ്ലാസ് വാളൻപുളി പിഴിഞ്ഞ നീര് ചേർക്കാം. അതിനോടൊപ്പം ആവശ്യത്തിന് ചൂടുവെള്ളവും ചേർത്ത് കൊടുക്കുക. കറി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. അത് കഴിഞ്ഞ് അരിഞ്ഞു വെച്ച മല്ലിയില ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. മുരിങ്ങയില രസം റെഡി. ഈ രീതിയിൽ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ. ബാക്കിയുള്ള 4 മുരിങ്ങയില വിഭവങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്